മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ ബുഷഹർ തുറമുഖ നഗരത്തിന് സമീപം ശത്രു വിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അടിയന്തര സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ മെഹർ ന്യൂസ് ആണ് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിർത്തി ലംഘിച്ചെത്തിയ വിമാനത്തെ വിജയകരമായി തകർത്ത വാർത്ത ആദ്യമായി പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് ഈ സംഭവം ഇതിനകം തന്നെ കാരണമായിട്ടുണ്ട്. ഈ വൻ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ തെക്കൻ മേഖലകളിൽ നിന്നും ഒട്ടനവധി മിസൈലുകൾ വിക്ഷേപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം രാജ്യത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്നാണ് മിസൈലുകൾ ഉയർന്നത്. എന്നാൽ ഈ മിസൈലുകൾ എങ്ങോട്ടാണ് പോയതെന്നോ ഏത് ലക്ഷ്യസ്ഥാനങ്ങളെയാണ് അവ ലക്ഷ്യം വെച്ചതെന്നോ ഉള്ള കാര്യങ്ങളിൽ ഇപ്പോഴും കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇറാന്റെ ഈ പെട്ടെന്നുള്ള മിസൈൽ വിക്ഷേപണം പേർഷ്യൻ ഗൾഫ് മേഖലയിലാകെ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിക്കാൻ അമേരിക്കൻ സഖ്യകക്ഷികളെ പ്രേരിപ്പിച്ചു. ഇറാൻ വ്യോമ പ്രതിരോധ സേന തകർത്തത് കേവലം ഒരു സാധാരണ വിമാനമല്ലെന്നും അമേരിക്കയുടെ ഏറ്റവും മാരകമായ MQ-9 അത്യാധുനിക ഡ്രോൺ ആണെന്നും ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി പിന്നീട് സ്ഥിരീകരിച്ചു. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന നിരീക്ഷണത്തിനും ഒപ്പം കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന യുഎസിന്റെ ഈ പ്രമുഖ ഡ്രോൺ തകർത്തത് തങ്ങളുടെ പ്രതിരോധ ശേഷിയുടെ തെളിവാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ബുഷഹർ പ്രവിശ്യയിലെ ജാം ഗവർണറേറ്റിൽ വെച്ചാണ് ഈ അമേരിക്കൻ നിരീക്ഷണ ഡ്രോൺ ഇറാന്റെ മിസൈലുകൾ ഇരയാക്കിയതെന്ന് പ്രാദേശിക ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. ജാം ഗവർണറേറ്റിലെ ഗവർണറായ മസൂദ് തങ്കസ്ഥാനിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് ടെലിവിഷൻ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യത്തോടെയാണ് വ്യോമാവകാശ വിജയമായി സംപ്രേഷണം ചെയ്തത്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ആകാശത്തേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച അമേരിക്കൻ ചാരവിമാനത്തെ തങ്ങളുടെ സൈന്യം കൃത്യമായി കണ്ടെത്തി തകർക്കുകയായിരുന്നുവെന്ന് ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളും കപ്പലുകളും അതീവ ജാഗ്രതയിലായി. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അമേരിക്ക ഔദ്യോഗികമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബുഷഹറിന് സമീപം തങ്ങളുടെ യാതൊരുവിധ യുദ്ധവിമാനങ്ങളോ ഡ്രോണുകളോ വെടിവെച്ചിട്ടില്ലെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉയർന്ന US പ്രതിരോധ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇറാൻ ബോധപൂർവം വ്യാജ വാർത്തകൾ ചമച്ച് മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. എങ്കിലും തങ്ങളുടെ ഡ്രോണുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പെന്റഗൺ ആഭ്യന്തരമായി പരിശോധിക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ബുഷഹർ നഗരം ഇറാന്റെ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയായതിനാൽ തന്നെ ഇവിടെ ഉണ്ടായ വ്യോമാക്രമണം അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുടെയും ഊർജ പദ്ധതികളുടെയും കേന്ദ്രമായ ബുഷഹറിന് നേരെ ശത്രു രാജ്യങ്ങൾ നിരന്തരം നിരീക്ഷണം നടത്താറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ എത്തിയ ശത്രു വിമാനത്തെ വെടിവെച്ചിട്ടത് തങ്ങളുടെ ആണവാസ്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഇറാന്റെ കടുത്ത മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിന് തൊട്ടടുത്താണ് ഈ സംഭവങ്ങൾ വികാസം പ്രാപിക്കുന്നത് എന്നത് ആഗോള സാമ്പത്തിക രംഗത്തെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന ഈ മേഖലയിൽ ഉണ്ടാകുന്ന നേരിയ സൈനിക നീക്കം പോലും ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ മിസൈൽ വിക്ഷേപണ വാർത്ത പുറത്തു വന്നതോടെ രാജ്യാന്തര വിപണിയിൽ ആശങ്കയുടെ നിഴൽ വീണു കഴിഞ്ഞു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇറാനു മേലുള്ള സാമ്പത്തിക സൈനിക സമ്മർദ്ദം ശക്തമാണ്. ഇറാനെ പൂർണ്ണമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെ US നടത്തുന്ന നീക്കങ്ങൾക്ക് മറുപടിയായി തങ്ങളുടെ സൈനിക കരുത്ത് പ്രകടിപ്പിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തുന്ന സൈനിക വ്യൂഹങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് ഈ വ്യോമ പ്രതിരോധത്തിലൂടെ ഇറാൻ ചെയ്യുന്നത്. ഇറാൻ സൈന്യം വിക്ഷേപിച്ച അജ്ഞാത മിസൈലുകൾ സൗദി അറേബ്യ അടക്കമുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ അതിർത്തികൾക്ക് ഭീഷണിയാകുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനം ഇറാൻ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. തങ്ങളെ ആക്രമിക്കാൻ മുതിരുന്ന ഏതൊരു താവളത്തിന് നേരെയും മിസൈലുകൾ പതിക്കാമെന്ന ഭീഷണി ഇതിലൂടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നു.
അമേരിക്കൻ ഡ്രോൺ തകർത്തതായി ഇറാൻ മാധ്യമങ്ങൾ ആവർത്തിക്കുമ്പോഴും US ഇത് നിഷേധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക യുദ്ധത്തോടൊപ്പം ഒരു വലിയ വാർത്താ യുദ്ധം കൂടി നടക്കുന്നുണ്ടെന്നതിന്റെ തെളിവാണ്. സ്വന്തം ജനതയുടെയും സഖ്യകക്ഷികളുടെയും ആത്മവിശ്വാസം നിലനിർത്താൻ ഇരുപക്ഷവും വിരുദ്ധമായ പ്രസ്താവനകളുമായി രംഗത്തു വരുന്നത് ഇത്തരം അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ പതിവാണ്. വരും മണിക്കൂറുകളിൽ പെന്റഗൺ പുറത്തുവിടുന്ന ഔദ്യോഗിക ഉപഗ്രഹ വിവരങ്ങൾ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കൂ. കഴിഞ്ഞ കുറച്ചു നാളുകളായി മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധാവസ്ഥയുടെ തുടർച്ചയായാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിവിധ സായുധ ഗ്രൂപ്പുകളും അമേരിക്കൻ സൈന്യവും തമ്മിൽ പലയിടങ്ങളിലും നേരിട്ട് ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇറാന്റെ സ്വന്തം മണ്ണിലേക്ക് നേരിട്ട് ഒരു അമേരിക്കൻ ഡ്രോൺ അതിക്രമിച്ചു കയറിയതെന്ന വാർത്ത വരുന്നത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്നത്ര സ്ഫോടനാത്മകമാണ്. ഇറാന്റെ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ ബവാർ അല്ലെങ്കിൽ ഗൊർദ മിസൈലുകളാകാം ഈ ഡ്രോൺ വീഴ്ത്താൻ ഉപയോഗിച്ചതെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ പ്രാഥമിക നിഗമനം. അമേരിക്കയുടെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളെ പോലും തങ്ങളുടെ റഡാറുകൾക്ക് കണ്ടെത്താനാകുമെന്ന് തെളിയിക്കാൻ ഇറാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതേസമയം മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത്. ഒമാൻ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ പരസ്യമായ പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ലെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള വ്യോമാതിർത്തി ലംഘനങ്ങളും പ്രകോപനപരമായ മിസൈൽ വിക്ഷേപണങ്ങളും മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സംഭവത്തോടെ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ വാർത്ത നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ശക്തമായ സൈനിക നീക്കം വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്നും കടുത്ത തിരിച്ചടികൾക്ക് കാരണമായേക്കാം. പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലാവുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നത്.